ഡൽഹിയിലെ മാളവ്യ നഗർ അന്ന് ഉണർന്നത് തീഗോളങ്ങൾക്കൊപ്പമായിരുന്നു. അക്ഷരാർത്ഥത്തിൽ ആ പ്രഭാതത്തെ അഗ്നി നക്കിത്തുടച്ചു. ഫ്ലൂറിഷ് സ്റ്റേ B&B ഹോട്ടലിൽ നിന്ന് ഉയർന്നു പൊങ്ങിയ കറുത്ത പുക ആകാശത്തെപ്പോലും മൂടി. മുന്നിൽ മരണത്തിന്റെ താണ്ഡവമായിരുന്നു. ഹോട്ടലിലെ ഹൈടെക് സെൻസർ വാതിലുകൾ ജാമായിരിക്കുന്നു. ഉള്ളിൽ കുടുങ്ങിയവർ പ്രാണരക്ഷാർത്ഥം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. ആ ഹോട്ടലിലെ താമസക്കാർക്ക് രക്ഷപ്പെടാൻ ഒരു വഴി മാത്രമാണ് അവശേഷിച്ചത്. നിരവധി നിലകളുള്ള ആ ഹോട്ടലിൽ നിന്ന് ജനാല വഴി താഴേക്ക് ചാടുക എന്നതായിരുന്നു അവർക്ക് മുന്നിലുള്ള മാർഗം. അവിടെയാണ് ഹോട്ടലിന് സമീപം ഹൗസ് റാണിയിൽ മെത്തക്കട നടത്തുന്ന റിയാസുദ്ദീൻ മൻസൂരിയും മകൻ അർമാനും ആ തീരുമാനമെടുത്തത്. ലക്ഷങ്ങൾ വിലമതിക്കുന്ന ബിസിനസ് തകരുമെന്നോ മെത്തകൾ കരിഞ്ഞു പോകുമെന്നോ അവർ ചിന്തിച്ചില്ല. ജീവിതത്തിന് വിലയിട്ട ആ നിമിഷത്തിൽ തങ്ങളുടെ കടയിലെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന മുഴുവൻ മെത്തകളും അവർ റോഡിലേക്ക് വലിച്ചു നിരത്തി. താഴേക്ക് ചാടുന്നവർക്ക് സുരക്ഷിതമായ ഒരു മണ്ണൊരുക്കാൻ അവർ സ്വന്തം സമ്പാദ്യം അഗ്നിയിലേക്കിട്ടു. തീയണക്കാൻ അഗ്നിശമന സേന എത്താൻ 1.5 മണിക്കൂർ വൈകിയ ആ സമയത്ത് ആമിർ ഖാൻ, മുഹമ്മദ് ഷുഐബ്, വസീം രാജ, മുഹമ്മദ് അഫ്സൽ എന്നീ യുവാക്കൾ സ്വന്തം ജീവൻ പണയം വെച്ച് ഹോട്ടലിനുള്ളിലേക്ക് ഇരച്ചു കയറി. ശ്വാസം മുട്ടിയവർക്ക് CPR നൽകി അവർ മരണത്തിന്റെ വായിൽ നിന്ന് പലരെയും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അവിടെ അപ്പോൾ ജാതി ഉണ്ടായിരുന്നില്ല, മതമുണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നത് വെറും മനുഷ്യൻ മാത്രമായിരുന്നു. 3.5 ലക്ഷത്തിന്റെ മെത്തകളൊന്നാകെ കരിപുരണ്ട് വിൽപ്പനക്ക് പറ്റാതെ നാശമായതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് 8 ജീവനുകൾ രക്ഷിച്ചതിലും വലുത് ജീവിതത്തിൽ തനിക്കെന്ത് നേടാൻ എന്നാണ് റിയാസുദ്ദീന്റെ മറുപടി. മാധ്യമപ്രവർത്തകൻ രവീഷ് കുമാർ പറഞ്ഞതുപോലെ, ഹിന്ദുവിനും മുസ്ലിമിനും ഇടയിൽ വിദ്വേഷത്തിന്റെ കട തുറക്കുന്നവർ ഈ പേരുകളൊന്ന് ഓർക്കുക എന്നാണ്. നമ്മുടെ രാജ്യത്ത് വിരലുകൾ കൊണ്ട് കീബോർഡിൽ വെറുപ്പ് പടർത്തുന്നവർക്ക് കൈകൾ കൊണ്ട് മനുഷ്യരെ രക്ഷിക്കാൻ പഠിച്ച ഈ ജീവിതങ്ങളെ കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. ഫ്ലൂറിഷ് സ്റ്റേ B&B ഹോട്ടൽ കത്തിക്കരിഞ്ഞപ്പോൾ അവിടെ ഉയർന്നു വന്നത് നിലവിളികൾ മാത്രമായിരുന്നില്ല, മറിച്ച് ഇസ്ലാമോഫോബിയയുടെ നുണക്കഥകളെ ചാരമാക്കുന്ന മാനവികതയുടെ ഉദാത്ത മാതൃകകൾ കൂടിയായിരുന്നു. നമ്മുടെ രാജ്യത്ത് മതത്തിന്റെ പേരിൽ ഒരു വിഭാഗത്തെ പൈശാചികവൽക്കരിക്കുന്ന വെറുപ്പിന്റെ ശക്തികൾ കേൾക്കുന്ന ഏറ്റവും വലിയ പ്രഹരം കൂടിയാണിത്. വിദ്വേഷത്തിന്റെ കടകൾ അടച്ചുപൂട്ടാൻ നന്മയുടെ ഈ തീപ്പൊരികൾ മാത്രം മതിയാകും.